പെരിയാറിലെ മത്സ്യക്കുരുതി നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 21-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് തന്നെ വൈകിട്ട് അങ്കമാലിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ എടുത്ത നടപടികൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞുടൻ തന്നെ കളക്ടറോട് ഒരു മീറ്റിംഗ് വിളിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഹെൽത്ത്, ഫിഷറീസ്, ഇറിഗേഷൻ വകുപ്പുകളെ കൂടി ചേർത്ത് ഒരു യോഗം കളക്ടർ ചേരുകയുണ്ടായി. അടിയന്തരമായി നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഫിഷറീസ് ഉണ്ടായിരുന്നു. പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അങ്കമാലിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് യോഗം വിളിക്കാനും അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കളക്ടർ ചുമതലപ്പെടുത്തിയ കാര്യമാണ്. അതിനുശേഷം ഇന്നലെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനുശേഷം എടുത്ത നടപടികൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് പെരിയാറിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഒരു പത്രം അതിന്റെ എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, ആ പത്രത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത് 500 മത്സ്യക്കുരുതികൾ ഇതിനകം ഇത്രയും കാലനൂറ്റാണ്ടിനുള്ളിൽ പെരിയാറിൽ സംഭവിച്ചിട്ടുണ്ട്. അതില് 98-ൽ 5 കോടി രൂപ നഷ്ടമുണ്ടാകുന്ന രൂപത്തിലുള്ള മത്സ്യക്കുരുതിയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കുറെ കാലമായി തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ 98-ന് ശേഷം അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോ ഗൗരവമായ രൂപത്തിൽ ഇത്തവണ ആഘാതം ഉണ്ടായി. അതിൽ നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെരിയാറിലെ ജലത്തിനും പെരിയാറിനകത്തുള്ള മത്സ്യത്തിനും ബാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പ്രത്യേകത, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, 3-4 വർഷമായി ഫിഷറീസ് വകുപ്പിന്റെയും എല്ലാം മുൻകൈയോടുകൂടി കൂട്ടിൽ മത്സ്യകൃഷി വ്യാപകമായിട്ടുണ്ട്. അപ്പൊ നേരത്തെ മത്സ്യക്കുരുതി നടക്കുമ്പോൾ അത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും പെരിയാറിനും മത്സ്യങ്ങൾക്കെല്ലാം നഷ്ടമാണെങ്കിലും വ്യക്തിപരമായ ഒരു പ്രശ്നം വന്നിരുന്നില്ല ഇത്രയും രൂപത്തിലേക്ക്. ഇപ്പോ കൂട്ടിൽ മത്സ്യകൃഷി 150 കൂടുകളാണ് ഇവിടെ, 151 കൂടുകളാണ് പ്രാഥമിക കണക്ക് പ്രകാരം ഈ മേഖലയ്ക്കകത്തുള്ളത്. അതിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവയാണ് നല്ലൊരു പങ്ക് കൂടുകൾ. ആ കേജിൽ വളർത്തുന്ന മത്സ്യങ്ങൾ നഷ്ടപ്പെട്ടതാണ് ഇത്തവണ വ്യക്തിപരമായ നഷ്ടം കൂടുന്നതിന് ഇടയാക്കിയിട്ടുള്ളൊരു കാരണം. സർക്കാർ പെരിയാറിനെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ വ്യവസായ നയം തന്നെ പ്രകൃതി, മനുഷ്യൻ, വ്യവസായം എന്നുള്ളതാണ് വ്യവസായ നയത്തിന്റെ തലക്കെട്ട് തന്നെ. അതുകൊണ്ട് 22 പ്രയോറിറ്റി സെക്ടറുകൾ വലിയ തോതിൽ മാലിന്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു വ്യവസായവും ഇപ്പോൾ കേരളത്തിലെ വ്യവസായ നയത്തിന്റെ മുൻഗണനാ വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല. ഇപ്പോൾ പെരിയാറിനകത്ത് ഉൾപ്പെടെ ഒരു തരത്തിലും വ്യവസായങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന നിലപാട് തന്നെയാണ് വ്യവസായ വകുപ്പിനുള്ളത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തി പോകുന്നുണ്ട്. ഇപ്പോ ഷട്ടർ തുറന്ന സന്ദർഭത്തിലാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനായി ഈ സബ് കമ്മിറ്റി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് ശനിയാഴ്ച തന്നെ റിപ്പോർട്ട് നൽകണം എന്ന് ഇന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഫിഷറീസ് സർവകലാശാലയും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ലാബിൽ ഫിഷറീസ് കുഫോസിന്റെ ലാബിൽ, സെൻട്രൽ ലാബിലേക്ക് ചത്ത മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വെള്ളത്തിന്റെ പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധന റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ശനിയാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശനിയാഴ്ച തന്നെ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തരത്തിലുള്ള അന്വേഷണം വേണ്ടി വരുമോ, അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും. ഇപ്പോ പെരിയാർ ഒഴുകി വരുന്നതാണല്ലോ, എവിടെ നിന്നാണ് ഈ മാലിന്യങ്ങൾ വരുന്നത്, അതിന്റെ സ്വഭാവം എന്താണ്, കെമിക്കലാണോ ഓർഗാനിക് ആണോ, ഈ മാലിന്യങ്ങളുടെ ഘടന എത്രമാത്രം ഉണ്ട്, അതെല്ലാം തന്നെ കൂടുതൽ പരിശോധന ആവശ്യമാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനടിസ്ഥാനത്തിൽ തീരുമാനിക്കും. 2 തരത്തിലാണ് ഞങ്ങളിപ്പോ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. 1 ഹ്രസ്വകാല നടപടികൾ, 2 ദീർഘകാല നടപടികൾ.
ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അനുഭവം ഇനി നമുക്കുണ്ടാകാൻ പാടില്ല. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പൊതുവായ നടപടികൾ സ്വീകരിക്കും. മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുന്നത് പരിഗണിക്കും. അത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും. എത്രമാത്രം നഷ്ടം വന്നിട്ടുണ്ട് അത് പരിശോധിച്ച് ഫിഷറീസ് വകുപ്പും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മറ്റ് വകുപ്പുകളുമായി ആലോചിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ ഉചിതമായ തീരുമാനമെടുക്കും. എന്തായാലും അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് വലുതാണ്. സംരംഭകരായി തന്നെ വന്നിട്ടുള്ള അവർക്ക് അവരുടെ ആത്മധൈര്യം കെടാതിരിക്കുന്നതിനാവശ്യമായ നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക. പിന്നെ ഷട്ടർ തുറക്കുന്നത്, ഇപ്പൊ എല്ലായിടത്തും ഇത്തരം ഷട്ടറുകൾ തുറക്കുന്നതിന് പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ഇല്ല. നേരെ വെള്ളം കൂടുമ്പോൾ തുറക്കുക ചെയ്യുമ്പോൾ. പക്ഷെ പെരിയാർ ഈ പാതാളം ബണ്ടിൽ ഈ റെഗുലേറ്റർ ഇതിനകത്ത് ഷട്ടർ അങ്ങനെ തുറക്കേണ്ടതില്ല എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ യോഗത്തിലെടുത്തത്. കാരണം ഇത്തരത്തിൽ പല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അവന് പ്രത്യേക ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കാം ഈ ഷട്ടർ തുറക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറിഗേഷൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മുനിസിപ്പാലിറ്റി, ഈ 3 പേരുടെയും അടങ്ങുന്ന ഒരു 3-അംഗ കമ്മിറ്റി അവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണം. വലിയൊരു സംഭവം വരുന്നു, പെട്ടെന്ന് ഫ്ലഡ് വരുന്നു, ആ ഘട്ടത്തിലൊക്കെ അടിയന്തര ഘട്ടത്തിൽ എടുക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ഷട്ടർ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അതിന് ഇറിഗേഷൻ വകുപ്പ് പ്രത്യേകം ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണം. അതിന് ഏകോപനം നടത്താനും മേൽനോട്ടം വഹിക്കാനും ഈ 3 വകുപ്പുകൾ അവരുടെ ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് കണ്ടിട്ടുള്ളത്. അതാണ് അടിയന്തരമായി ചെയ്യേണ്ട ഹ്രസ്വകാല നടപടിയിൽ പ്രധാനപ്പെട്ടത്. ഇറിഗേഷൻ, LST, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതെ, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇപ്പോൾ 20 പേരുടെ സ്ട്രെങ്താണുള്ളത്. അത് പൂർണ്ണമായിട്ടും തന്നെ ആ സ്ട്രെങ്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെയുള്ള ആൾക്ക് പെരുമ്പാവൂർ കൂടി ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാർജ് കൂടി ഒഴിവാക്കി ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ സംഭവങ്ങൾ കൂടി പരിഗണിച്ച് കുറെ കൂടി ഉയർന്ന തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ചുമതല കൊടുക്കുന്ന കാര്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നൊന്ന് ഹ്രസ്വകാല നടപടികളിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളാണുള്ളത്. നഷ്ടപരിഹാരം ഇതിനടിസ്ഥാനപ്പെടുത്തി കൊടുക്കുക, റിപ്പോർട്ടിനെ ആധാരമാക്കി ആവശ്യമാണെങ്കിൽ ഉയർന്ന തലത്തിലുള്ള അന്വേഷണം ഉൾപ്പെടെ തീരുമാനിക്കുക, അതിനെ ആധാരമാക്കിക്കൊണ്ട് എന്തൊക്കെ ശുപാർശകളാണ് തരുന്നത് ആ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ചു കാലമായി ഈ മേഖലയിൽ വരുന്ന ഒരു പ്രശ്നമാണ് രൂക്ഷമായൊരു ഗന്ധം അനുഭവപ്പെടുന്നു. അതിനെ തുടർന്ന് ബയോഫിൽറ്ററുകൾ സ്ഥാപിക്കാനായി 20 കമ്പനികളാണ് ബയോഫിൽറ്റർ സ്ഥാപിക്കാനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു. അതിൽ മിക്കവാറും എല്ലാ കമ്പനികളും ഇത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ രൂപത്തിലുള്ള ഓപ്പറേഷൻസിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ, അവരുടെ റിപ്പോർട്ട് കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തി ജൂലൈ 31-നകം എല്ലാ സ്ഥാപനങ്ങളും ഈ നിലവാരത്തിന് അനുസൃതമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ ബയോഫിൽറ്ററുകൾ സ്ഥാപിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വ്യവസായ വകുപ്പും ഏകോപിതമായി തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത്തരം കാര്യങ്ങളും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇതാണ് ഹ്രസ്വകാല നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പെരിയാർ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ദീർഘകാല നടപടികൾ വേണം. അതിൽ NGTയുടെ ഉത്തരവ്, ഒപ്പം തന്നെ സുപ്രീം കോടതി ഉത്തരവ്, ഇതിനടിസ്ഥാനപ്പെടുത്തി പൊതുവായ ശുപാർശകൾ, അത് സംബന്ധിച്ചുള്ള ഒരു ആക്ഷൻ പ്ലാൻ അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഉന്നതതല യോഗം ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ NGTയുടെയും സുപ്രീം കോടതിയുടെയും എല്ലാം വിധിയിലെ എല്ലാ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ശുപാർശകൾ എങ്ങനെ സമയബന്ധിതമായി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? അതിൽ ഒരു കാര്യത്തിൽ ഇപ്പോൾ തന്നെ തത്വത്തിൽ ധാരണയായിട്ടുള്ളത് ഇറിഗേഷൻ വകുപ്പ് ഒരു ഡയഫ്രം വാള് നിർമ്മിക്കണം. അതിനോടൊപ്പം തന്നെ അത് പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വേയും അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. വാക്വേ
ഡയഫ്രം വാൾ വിത്ത് വാക്വേ. അത് തത്വത്തിൽ നേരത്തെ NGTയുടെ ശുപാർശ ഉള്ളത് തന്നെയാണ്. അപ്പൊ അതിനൊരു തടസ്സം ഉണ്ടായിരുന്നത് ഈ അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിരുന്നില്ല. അപ്പൊ അതിനിപ്പോ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സബ് കളക്ടറെ മേൽനോട്ടത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി സർവേ പൂർത്തീകരിക്കണം, 1 മാസത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കണം. സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തി DPR തയ്യാറാക്കണം, ഡയഫ്രം വാൾ വിത്ത് വാക്വേ. അപ്പൊ എല്ലാവർക്കും ഇത് പരിശോധിക്കുമെന്നുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇപ്പൊ തന്നെ ധാരണയായിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സർവേ തയ്യാറാക്കാനായിട്ട് റവന്യൂ വകുപ്പിനെ, ഇത് നടത്തുന്നതിന് റവന്യൂ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഉന്നതതല യോഗം ചേർന്നതിന് ശേഷം ആ ഉന്നതതല യോഗം തയ്യാറാക്കുന്ന ആക്ഷൻ പ്ലാൻ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇപ്പൊ നമ്മൾ പെരിയാർ ഇങ്ങോട്ട് എടുത്താൽ പോരാ, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്നുണ്ടാവും, പഞ്ചായത്ത് വരുന്നതുണ്ടാവും, അവിടുത്തെ കമ്പനികൾ ഉണ്ടാകാം, അവിടുത്തെ മറ്റു പല ഓർഗാനിക് വേസ്റ്റ് ഉണ്ടാകാം. അപ്പോൾ പെരിയാർ വരുന്ന വഴിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പിന്നെ ട്രേഡ് യൂണിയനുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, ഇവരെല്ലാം വിളിച്ചു ചേർത്ത് അവരുമായി ഈ ആക്ഷൻ പ്ലാൻ ചർച്ച ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി പെരിയാറിനെ വീണ്ടെടുക്കുക എന്നത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു അതോറിറ്റി ഉണ്ടാകണമെന്നുള്ളത്. പെരിയാർ അതോറിറ്റി എന്നാണ് ആദ്യം ചർച്ച ചെയ്തതെങ്കിൽ പൊതുവെ കേരളത്തിലെ നദികൾക്ക് വേണ്ടി ഒരു അതോറിറ്റി ഉണ്ടാകണം. അത് ഒന്നുകൂടി പരിഗണിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ ബഹുമാന്യായ മുഖ്യമന്ത്രിയുമായി ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ഉള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ യോഗം നടന്നത്. ആ യോഗത്തിന്റെ ഭാഗമായി എടുത്ത തീരുമാനങ്ങളൊപ്പം തന്നെ നേരത്തെ ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ കാര്യം വീണ്ടും പരിഗണിക്കുന്നതിനും സമയബന്ധിതമായി ഒരു നദികളുടെ ഒരു അതോറിറ്റി ഇത്തരം കാര്യങ്ങളിൽ പൊതുവെ രൂപീകരിക്കണമെന്ന കാര്യവും ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നതായിരിക്കും. ഇതാണ് ദീർഘകാല നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി പലതരത്തിൽ ഇത്തരത്തിലുള്ള കുരുതികളുണ്ടാകുന്നു. മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും കമ്മിറ്റികൾ വരുന്നു, അന്വേഷണം വരുന്നു, പിന്നെ മഴയൊക്കെ കഴിയുമ്പോൾ അത് മറന്നു പോകുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 2 തരത്തിലും ഹ്രസ്വകാല ദീർഘകാല നടപടി. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഉണ്ടോ, അതൊക്കെ നമുക്കിപ്പോൾ വെള്ളത്തിന്റെ രാസഘടന നോക്കി അറിയാൻ കഴിയും ഏത് കെമിക്കലാണ്. ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ അത്തരത്തിൽ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർക്കശമായ നടപടി. അത്തരത്തിലൊരു സ്ഥാപനവും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. എന്നാൽ അതാണോ കാരണം എന്നുള്ളത് ഇപ്പോൾ നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണോ ഉത്തരവാദികൾ അവർക്കെതിരെയുള്ള ശിക്ഷ എന്നതിനപ്പുറത്തേക്ക് അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ശാശ്വതമായ ഈ പ്രശ്നത്തിലുള്ള പരിഹാരം, അതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അല്ല, അവര് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ ഓക്സിജന്റെ കണ്ടന്റ് മുമ്പ് കൊടുത്തിരുന്നു, അവന് ശേഷം കൊടുത്തിരുന്നു. അതിനടിസ്ഥാനപ്പെടുത്തി അവർ നൽകിയിട്ടുള്ള പ്രാഥമികമായ നിഗമനമാണ്. ഇപ്പൊ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ പരിശോധിക്കുന്നുണ്ട്, കുഫോസിന്റെ സെൻട്രൽ ലാബ് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാൻ കഴിയും. അപ്പൊ പ്രാഥമികമായി അവർ നൽകിയ നിഗമനമാണ് കളക്ടർ റിപ്പോർട്ടിലുള്ളത്. ഇനി രാസമാലിന്യമാണ്. ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 98-ന് ശേഷം രാസമാലിന്യത്തിന്റെ അളവ് കുറയുന്നു എന്നതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട്. പക്ഷെ ഇപ്പോ ഈ 2-3 ഏജൻസികൾ ഇപ്പോൾ വെള്ളം പരിശോധിക്കുന്നു, മത്സ്യം പരിശോധിക്കുന്നുണ്ട്. അപ്പൊ സബ് കളക്ടർ നോക്കുമ്പോൾ അതിനകത്ത് വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ അന്വേഷണം നടത്താം. സർക്കാരിന് അതിനകത്ത് യാതൊരു മടിയില്ല. ഇപ്പൊ ഫിഷറീസ് നോക്കുന്നുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോക്കുന്നുണ്ട്, അവരും 2 ലാബുകളും പരിശോധിക്കുന്നുണ്ട്. അതിൽ വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉന്നത തലത്തിൽ തന്നെ സ്വതന്ത്ര അന്വേഷണത്തിനും സർക്കാരിന് മടിയില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ റിപ്പോർട്ടിന് ആധാരമാക്കി ആവശ്യമാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും.
കൃത്യമായി ഇടപെട്ടില്ല, തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് പറയുന്ന അടിസ്ഥാനരഹിതമാണ്, രാഷ്ട്രീയ തകർന്നു തന്നെയാണ് ഈ പുസ്തകം എന്നാണ് ഇറിഗേഷൻ നൽകിയിരിക്കുന്നത്. നമുക്കാർക്കും ഇത് പരിശോധിച്ച് ലാബിന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കാതെ നമുക്കാർക്കും പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ പോയി അവിടെ നോക്കിയിരുന്നാലും നിങ്ങൾ നോക്കിയാലും ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥൻ നോക്കിയാലും അറിയാൻ പറ്റില്ല. അത് ലാബിലെ പരിശോധനയിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മത്സ്യം ചത്ത് നോക്കും, മത്സ്യത്തിന്റെ ആ പരിശോധന അറിയാൻ കഴിയും. അപ്പോൾ അതിനകത്ത് രാസമാലിന്യം ഉണ്ടോ. ഇറിഗേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാവരും അവരവരുടെ ഭാഗം ശരിയാക്കി. നമുക്ക് യാഥാർത്ഥ്യം ഇതാണ്. യാഥാർത്ഥ്യം എന്താ? മത്സ്യം ചത്തു പൊങ്ങിയിരിക്കുന്നു. അതെന്താ എന്റെ എന്താ എന്റെ എന്താ വേ എന്താ അല്ല, നമ്മുടെ മുമ്പിൽ അത്തരത്തിലൊരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റിന് ഇപ്പോൾ ഒരു കേരളത്തിൽ നമ്മൾ വളരെ ഫ്രജൈലാണ്. ഇവിടെ നമുക്ക് വലിയ രാസമാലിന്യം ഉണ്ടാക്കുന്ന കമ്പനികളും ഞങ്ങളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള പരിഗണന 22 പ്രയോറിറ്റി ഇൻഡസ്ട്രീസ് ഉണ്ട്. അവർ ഇത്തരം സ്ഥാപനങ്ങളൊന്നുമില്ല. എന്നാൽ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ എഫ്ലൂമെന്റ്, കോമൺ എഫ്ലൂമെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇവിടെ എടയാർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അവനെതിരെ സമരം വന്നു. എഫ്ലൂമെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെതിരെ ലോകത്ത് ആദ്യമായി സമരം നടന്ന ഒരു സ്ഥലമാണ് എടയാർ. ഈ വെള്ളം നേരെ പോകുന്ന ശുദ്ധീകരിച്ച് NGT ധാരണയ്ക്കനുസരിച്ച് സിഡ്ബിന്ന് ലോൺ വാങ്ങിച്ചിട്ട് നമ്മളൊരു പ്ലാന്റ് വ്യവസായ വകുപ്പ് അവിടെ സ്ഥാപിക്കാൻ എല്ലാവർക്കും വേണ്ടി, കോമൺ എഫ്ലൂമെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അവനെതിരെയും അവിടെ സമരം നടക്കുകയുണ്ടായി. നമ്മളിപ്പോ വെള്ളം അങ്ങോട്ട് വിടുന്നതിന് അനുമതിയുള്ള 4 സ്ഥാപനങ്ങൾ അല്ലേ, 4 സ്ഥാപനങ്ങളാണുള്ളത്. അപ്പൊ അത് ഇവർ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്ഥാപനം അടച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ചിലർ പറയുന്നത് അടച്ച സ്ഥാപനം മത്സ്യത്തിന് തീറ്റ ഉണ്ടാക്കുന്ന സ്ഥാപനമാണെന്നാണ്. നമുക്കിപ്പോ വ്യവസായ വകുപ്പിനും പറയാൻ പറ്റില്ല, മറ്റാൾക്കും പറയാൻ പറ്റില്ല. ഒരു കാര്യം വ്യക്തമാണ്, നമുക്കിപ്പോ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും ആ രൂപത്തിൽ പ്രവർത്തിപ്പിക്കുന്ന നയം സർക്കാരിനില്ല. എന്നാൽ അതാണ് കാരണമെന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയേ പറയാൻ പറ്റും. റിപ്പോർട്ടിന്റെ വസ്തുതകൾ ആധാരമാക്കി കർക്കശമായ നടപടി സർക്കാർ സ്വീകരിക്കും. ആരാണ് ഉത്തരവാദിത്വം പറയുന്നത്? അതിന്റെ റിപ്പോർട്ടുകളിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ? അപ്പൊ ആവശ്യമാണെങ്കിൽ നമുക്ക് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തുന്നതിലും സർക്കാരിന് മടിയില്ല.